ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രാഗിൽ പോയിട്ട് ഹ്ലുവോക്കോ എന്ന് പറയുന്ന ഒരു കാസിൽ ഒരു ആഡ് ഷൂട്ട് ചെയ്തു. ആ ലൊക്കേഷൻ ഭയങ്കര എക്സ്പെൻസീവായ ലൊക്കേഷനാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് കാരണക്കാരായ ഓസ്ട്രേലിയ രാജാവിൻ്റെ ക്രിസ്മസ് കാല വസതി എന്ന് അങ്ങനെ എന്തോ പരിപാടിയാണ്. അപ്പോൾ ഒരു ഷൂട്ടിംഗ് പെർമിഷൻ നമുക്ക് കിട്ടും, പക്ഷേ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിലേക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ നോക്കിയപ്പോൾ അതിലൊരു ഏരിയ ഷൂട്ടിംഗ് പെർമിഷൻ ഇല്ല. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൈബ്രറിയാണ്, രാജാവിൻ്റെ ലൈബ്രറി. അതിൽ പഴയ പുസ്തകങ്ങൾ, പിക്ചറുകൾ, അങ്ങനെ കുറേ സാധനങ്ങളുള്ള സംഭവം. ഷൂട്ടിംഗ് പെർമിഷൻ ഇല്ല, കാണാൻ ഓക്കെ. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ബ്രാൻഡ് റോയൽ ഫോർഡ് എന്ന് പറയുന്ന അതിൻ്റെ ഡിസൈൻ, അതായത് ഒരു കട്ട്ലറി, ക്രോക്കറി ഒക്കെ ഉള്ള ഐറ്റംസാണ്. അപ്പോൾ അതിൻ്റെ ഡിസൈനും ഇവരുടെ സ്ട്രക്ചറും ഭയങ്കരമായിട്ട് മാച്ച് ചെയ്തുകൊണ്ട് അതിലത്തെ ഡിസൈൻസ് നമ്മളിപ്പോൾ ഇവരുടെ അടുത്ത്, അതിൻ്റെ കെയർടേക്കറുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു ഇതും കൂടെ തരണം. അപ്പോൾ അവർ പറഞ്ഞു തരില്ല, കൊടുക്കാൻ നമുക്ക് ഒരു സംഭവമില്ല, എന്നാൽ നമ്മൾ ഇതിന് കുറച്ച് പൈസ നമ്മൾ എക്സ്ട്രാ തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ആ പൈസ പോരാ, കുറച്ച് പൈസ വേണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അത് കൊടുത്തു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇദ്ദേഹം അത് കൈക്കൂലിയായിട്ട് മേടിച്ചതെന്നാണ്. സത്യത്തിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈസ കൊടുത്തിട്ട് പിറ്റേ ദിവസം ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ആ പൈസ അയാൾ ഫയർഫോഴ്സിനെ കൊണ്ടുവന്നു. ഫയർഫോഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പൈസയാണ് അയാൾ മേടിച്ചത് അവർക്ക് കൊടുക്കാനായിട്ട്. കാരണം എന്തെങ്കിലും കാരണവശാൽ ഈ ലൈബ്രറിയിൽ എന്തെങ്കിലും രീതിയിലൊരു തീപിടുത്തം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് കെടുത്താനായിട്ട്. അപ്പോൾ അവർ അതുപോലെ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് കാണാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഞാൻ വിദേശത്തുള്ള ആളുകളുടെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള സംഭവം. അവർ കാര്യങ്ങൾ നടത്താനാണ് ശ്രമിക്കുന്നത്, നടക്കാതിരിക്കാനല്ല.